എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. അറിയാമല്ലോ, ന്യൂസ് ബുള്ളറ്റ് കേരള സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണ്. നിങ്ങളുടെ സംഭാവന ഇല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ സംഭാവന, ഒരു വീഡിയോയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾ ഒരു 10 രൂപയാണ് ചോദിക്കുന്നത്. ആ 10 രൂപ സ്ക്രീനിൽ കാണുന്ന UPI വിലാസത്തിലോ അല്ലെങ്കിൽ ആ QR കോഡ് സ്കാൻ ചെയ്തോ നിങ്ങൾ ഇപ്പോൾ തന്നെ അയച്ച് വീഡിയോ തുടർന്ന് കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. രാഹുൽ മാങ്കൂട്ടം UDF രാഷ്ട്രീയത്തിന്റെ അപകട സൈറൻ, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. കേരളം ഭീതിയോടെ കാണേണ്ട ഒരു പ്രതിഭാസമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. നമ്മുടെ നാടിന് UDF രാഷ്ട്രീയത്തിൽ നിന്ന് മുഴങ്ങുന്ന അപകട സൈറനാണ് ആ പേര്. അയാളൊരു വ്യക്തിയല്ല, കേരളത്തിലെ ഏറ്റവും ഹിംസാത്മകമായ വലതുപക്ഷ ചിന്തയുടെയും ആ ചിന്തയ്ക്ക് കിട്ടുന്ന പിന്തുണയുടെയും പ്രതിരൂപമാണ്. കേന്ദ്രത്തിലും കേരളത്തിലും അധികാരമില്ലെങ്കിൽ പോലും അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഈ സമൂഹത്തിൽ അഴിഞ്ഞാടാൻ കഴിയുന്നത് എന്നത് നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് മാങ്കൂട്ടം വേട്ടയാടിയവരിൽ ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥയുമുണ്ട് എന്ന വിവരം പുറത്തു വന്നത്. സ്വാഭാവികമായും എല്ലാവരും അന്വേഷിക്കും, അതാരാണ്, എന്ത് അതിക്രമമാണ് അവരോട് ഇയാൾ ചെയ്തത്. ആ ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവും. സത്യത്തിൽ ആ ചോദ്യങ്ങളുടെ പുറകെ പോയപ്പോൾ കിട്ടിയ ഉത്തരം ഞെട്ടിപ്പിക്കുന്നതാണ്. 57-58 വയസ്സ് പ്രായമുള്ള, നല്ല കരിയർ റെക്കോർഡുള്ള, മികച്ച ഉദ്യോഗസ്ഥയെന്ന് പേരെടുത്തിട്ടുള്ള ഒരു സിവിൽ സർവൻ്റാണ് അവർ. മാങ്കൂട്ടത്തിൻ്റെ അമ്മയുടെ പ്രായം വരുന്ന ഒരു ഉദ്യോഗസ്ഥ. അവരുടെ ഫോണിലേക്കാണ് ഇയാൾ അശ്ലീല മെസ്സേജ് അയച്ചത്. എത്രമാത്രം അറപ്പോടുകൂടിയായിരിക്കും തൻ്റെ വാട്സാപ്പിലേക്ക് വന്ന ആ മെസ്സേജ് ഇവർ വായിച്ചിട്ടുണ്ടാവുക. ഇന്നലെ കുരുത്ത ഈ തകരയ്ക്ക് ഇത്ര ധൈര്യമെങ്കിൽ ആ സംവിധാനത്തിൽ മുറ്റി മുതിർന്നു നിൽക്കുന്നവരെ കുറിച്ച് അവരെന്താവും ധരിച്ചിട്ടുണ്ടാവുക. നമ്മെ ഓരോരുത്തരെയും വേട്ടയാടേണ്ട ചോദ്യമാണത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പൊതുപ്രവർത്തകർക്കാകെ അപമാനമാണ് ഇയാളും ഇയാളെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ സംവിധാനവും. ഇങ്ങനെ ഒരു സാമൂഹ്യ മാലിന്യത്തിന് ചെറുതല്ലാത്ത പിന്തുണയുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അയാൾക്ക് പിന്തുണയുമായി MN കാരശ്ശേരി മുതൽ പേരറിയാത്ത സൈബർ പെർവേർട്ടുകൾ വരെ രംഗത്തുണ്ട്. അവരെല്ലാം എടുത്തുദ്ധരിക്കുന്ന ഒരു വാദമുണ്ട്, അയാളെക്കുറിച്ച്, രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് പരാതിയില്ലല്ലോ. ഈ ചോദ്യമാണ് അവരുടെ പഴുത് അല്ലെങ്കിൽ ആയുധം. മേൽപ്പറഞ്ഞ ആ IAS ഉദ്യോഗസ്ഥയുടെ കാര്യം നോക്കൂ. ആ മെസ്സേജിന്റെ പേരിൽ ഇയാൾക്കെതിരെ പരാതിയുമായി പോകേണ്ടി വരുന്ന അവരുടെ അവസ്ഥ, ആ മാനസികാവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് UDF നേതാക്കളെ ഇക്കാര്യം ധരിപ്പിക്കലാണ്. നിങ്ങൾ പുന്നാരി ചോമനിച്ച് വളർത്തുന്ന യുവ നേതാവിൻ്റെ തനിനിറം ഇതാണ് എന്ന് അയാളുടെ നേതാക്കളെ അവർ ബോധ്യപ്പെടുത്തി. അതിനുശേഷവും ശല്യം തുടർന്നാൽ വിളിച്ചു വരുത്തി മാങ്കൂട്ടത്തിൻ്റെ കരണക്കുറ്റി നോക്കി കനത്തിലൊരെണ്ണം പൊട്ടിക്കാൻ അവർക്ക് കെൽപ്പുണ്ട്. എന്ത് വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തിയും അവർക്കുണ്ട്. അതുകൊണ്ട് അക്കാര്യങ്ങൾ അവരുടെ വിവേചനാധികാരത്തിന് നമുക്ക് വിടാം. പക്ഷെ പരാതിയില്ല എന്നതിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സമൂഹത്തിന് വെറുതെ വിടാൻ കഴിയില്ല. സമൂഹം നേരിടുന്ന യഥാർത്ഥ പ്രശ്നം വേറെയാണ്. പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ കാണാമെന്ന വെല്ലുവിളിയോടെ ഏത് സ്ത്രീയുടെയും സ്വകാര്യതയിലേക്ക് കടന്നുകയറി അശ്ലീല വർത്തമാനം പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് എവിടെ നിന്നാണ് ലൈസൻസ് കിട്ടുന്നത്? ഷാഫി പറമ്പിലിന്റെ ഒക്കച്ചങ്ങായിയാകുന്നത് ഇത്തരം അശ്ലീല പ്രവർത്തിക്കുള്ള ലൈസൻസ് ആണോ? UDF MLA എന്ന ബലത്തിലാണോ ഇയാൾ ഇതൊക്കെ ചെയ്തത്? അതോ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന പദവി നൽകുന്ന കൂസലില്ലായ്മയോ? അതോ പിണറായി വിജയനെ തെറിവിളിക്കുന്നവർക്ക് ഈ സമൂഹത്തിൽ എന്തുമാകാമെന്ന ഹുങ്കോ? ഇതിലേത് മനോഭാവത്തിന്റെ ബലത്തിലാണ് രാഹുൽ മാങ്കൂട്ടം ഇക്കണ്ട അഴിഞ്ഞാട്ടങ്ങളെല്ലാം കാണിച്ചത്? മാർക്സിസ്റ്റ് വിരുദ്ധ ഉന്മാദം സൃഷ്ടിക്കുന്ന പലതരം ചിത്തഭ്രമങ്ങൾ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ മാർക്സിസ്റ്റ് വിരുദ്ധതയിൽ ഞരമ്പ് രോഗം ലയിക്കുന്നത് ആദ്യമായി കാണുകയാണ്. ആ മാർക്സിസ്റ്റ് വിരുദ്ധത മൂലമാണ് NM കാരശ്ശേരിയെ പോലുള്ള സാംസ്കാരിക KSUക്കാർ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി വരുന്നത്. മേൽപ്പറഞ്ഞ പദവികളിലിരിക്കുന്ന വിത്തുകാളകൾക്ക് നാട്ടിൽ ഏതു സ്ത്രീയുടെയും സ്വകാര്യതയിൽ അതിക്രമിച്ചു കിടന്ന് അശ്ലീല വർത്തമാനം പറയാനുള്ള ചങ്കുറപ്പ് നൽകുന്നത് കോൺഗ്രസിലും മുസ്ലിം ലീഗിലും നിന്ന് അവർക്ക് കിട്ടും എന്നുറപ്പുള്ള സ്വീകാര്യതയും പിന്തുണയുമാണ്. അവരുടെ ഒരു പൊതു മനോഭാവം ഇങ്ങനെയാണ്: സ്ത്രീകളോട് പുരുഷന്മാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, അതിൽ തെറ്റില്ല. പരാതിയുള്ള സ്ത്രീകൾ കോടതിയോ പോലീസ് സ്റ്റേഷനോ കയറിറങ്ങിക്കോട്ടെ, അതൊക്കെ കേസ് വരുമ്പോൾ നമുക്ക് അപ്പോൾ നോക്കാം. ഇങ്ങനെ ഏത് സ്ത്രീയുടെ സ്വകാര്യതയിൽ സമ്മതമില്ലാതെ പ്രവേശിച്ചാലും എത്ര തന്നെ പരാതികൾ ഉയർന്നാലും തൻ്റെ രാഷ്ട്രീയ പദവിക്കും സ്ഥാനമാനങ്ങൾക്കും ഒരു പോറൽ പോലും ഏൽക്കില്ല എന്ന ആത്മവിശ്വാസം ഇവർക്കുണ്ട്. ഇത് മിടുക്കായിട്ടാണ്, കഴിവായിട്ടാണ് അവിടെ പരിഗണിക്കപ്പെടുക. ഇത് അവൻ്റെ മിടുക്കല്ലേ എന്ന് പരാതിപ്പെട്ടവരോട് ഉയർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ ചോദിച്ചു എന്ന് പരസ്യപ്പെടുത്തിയത് VD സതീശനെ പിതൃതുല്യനായി കാണുന്ന പരാതിക്കാരിയാണ്. പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു മിടുക്കായി കാണുന്നത് ഒരു മനോഭാവമാണ്. ആ മനോഭാവത്തിൽ നിന്നാണ് ഈ ചോദ്യം ഉയരുന്നത്. ആ മനോഭാവമുള്ളവരുടെ എണ്ണം കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ എത്രയുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് നന്നായി അറിയാം. ആ കണക്ക് പോക്കറ്റിലുള്ളത് കൊണ്ടാണ് പോയി പറയ് എന്ന് ആത്മവിശ്വാസത്തോടെ പരാതിക്കാരെ പുച്ഛിക്കാൻ ഇയാൾക്ക് കഴിയുന്നത്. എവിടെ വേണമെങ്കിലും പോയി പറഞ്ഞു, ആരോട് വേണമെങ്കിലും പോയി പറയും ഇങ്ങനെ. അതിന് അധികാരത്തിൻ്റെയോ ഭരണത്തിൻ്റെയോ പിൻബലം വേണ്ട. ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള UDF നേതാക്കൾക്കെതിരെ ആക്ഷേപമുയർന്നത് അവർ ഭരണം കൈയാളുന്ന കാലത്താണ്. അധികാരത്തിന്റെ തണലിൽ നടന്നതായി ആരോപിക്കപ്പെട്ട സ്ത്രീവേട്ടകളാണവ. എന്നാൽ ഇവിടെ കാര്യം മറിച്ചാണ്.
കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. 9 കൊല്ലമായി അവർക്ക് അധികാരം നഷ്ടപ്പെട്ടിട്ട്. എന്നിട്ടും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് നിർബാധം സ്ത്രീവേട്ട നടത്തുന്നു എന്നാണ് ആരോപണം ഉയരുന്നത് പല കോണുകളിൽ നിന്ന്. അയാൾ സംസ്ഥാനത്തെ സമുന്നതയായ ഒരു ബ്യൂറോക്രാറ്റിനോട് പോലും അശ്ലീല വർത്തമാനം പറയാൻ മുതിർന്നിരിക്കുന്നു എന്നാണ് ആരോപണം. അയാൾക്കാണ് കോൺഗ്രസിലെയും UDF-ന്റെയും അനുയായികളിൽ ഒരു വിഭാഗത്തിന്റെ സമ്പൂർണ്ണ പിന്തുണയുള്ളത്. അയാൾക്ക് കാരശ്ശേരിയെ പോലുള്ള സാംസ്കാരിക ദുരന്തങ്ങളുടെയും പിന്തുണയുണ്ട്. ഒരു ദിവസം മുമ്പേ പൊതുരംഗത്ത് നിന്ന് ആട്ടിയിറക്കേണ്ട ഞരമ്പ് രോഗിയാണ് കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗത്തിന്റെ ആശീർവാദത്തോടെ ഇന്നലെ നിയമസഭയിൽ പ്രവേശിച്ചത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? വിടന്മാർക്കും സ്ത്രീലമ്പടന്മാർക്കും പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കാനും അവരോടുള്ള ആരാധന മടിയില്ലാതെ പ്രകടിപ്പിക്കാനും പരാതി പറയുന്ന ഇരകളെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാനും കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഞരമ്പ് രോഗികളുടെ ഒരു സംഘം ഇവിടെയുണ്ട്. അവരുടെ നേതൃസ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെയൊന്നും സസ്പെൻഡ് ചെയ്യാൻ ഒരു ഹൈക്കമാൻഡിനും കഴിയില്ല. കാരണം ഈ ഞരമ്പ് രോഗികൾ കൂടി ഉൾച്ചേർന്നതാണ് UDF എന്ന രാഷ്ട്രീയ സംവിധാനം. ഈ ഞരമ്പ് രോഗികളുടെ കൂടി പ്രതിനിധികളാണ് ഒരു വിഭാഗം UDF നേതാക്കൾ. ഞരമ്പ് രോഗത്തിന്റെ ആത്മപ്രകാശനങ്ങളെ വ്യക്തിഗതമെടുക്കായി എണ്ണുന്നതാണ് ആ സംവിധാനം. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സൃഷ്ടിയാണ് എന്ന ജാമ്യാപേക്ഷ പൊതുബോധത്തിൽ മൂവ് ചെയ്യാൻ അടൂർ പ്രകാശിനൊക്കെ ആത്മവിശ്വാസം നൽകുന്നത് ഈ തിരിച്ചറിവാണ്. ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ആ ശബ്ദ സന്ദേശം നിന്റേതു തന്നെയാണോ എന്ന നിർണായക ചോദ്യത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം പ്രാണരക്ഷാർത്ഥം ഓടിമറയുന്നത് നാം എല്ലാം കണ്ടതാണ്. പക്ഷേ UDF സംവിധാനത്തിൽ അത് നമ്മുടെ പയ്യന്റെ തന്ത്രവും മെടുക്കുമായിട്ടാണ് കണക്കാക്കപ്പെടുക. അധികാരമുള്ള പുരുഷന്റെ ഉപഭോഗ വസ്തുവാണ് സ്ത്രീ എന്ന അത്യാപൽക്കരമായ ചിന്തയ്ക്ക് ആഴത്തിൽ വേരോട്ടമുണ്ട് UDF അനുകൂല രാഷ്ട്രീയ മനസ്സിൽ. സ്ത്രീയെ ഏത് വിധേനയും തന്റെ ഇംഗിതത്തിന് കീഴടക്കാൻ പുരുഷൻ അവകാശമുണ്ടെന്ന ചിന്ത അവിടെ പാപമോ തെറ്റോ അല്ല. വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കുന്നതും ഭീഷണിപ്പെടുത്തി അശാസ്ത്രീയ മാർഗങ്ങളിലൂടെ ഗർഭഛിദ്രം നടത്തുന്നതുമൊക്കെ അവിടെ പുരുഷന്റെ മെടുക്കായിട്ടാണ് പരിഗണിക്കുക. കണക്കായി പോയി എന്ന ഒറ്റ പ്രയോഗം കൊണ്ട് അവർ എല്ലാത്തരം വിചാരണകളിൽ നിന്നും സ്വയം വിടുതൽ നേടും. അപരിഷ്കൃതവും മനുഷ്യവിരുദ്ധവുമായ ഈ ചിന്തയ്ക്ക് UDF രാഷ്ട്രീയത്തിൽ അത്യാപൽക്കരമായ മേൽക്കൈയുണ്ട്. അത് വർത്തമാനത്തിലും ഭാവിയിലും സൃഷ്ടിക്കുന്ന അപകടങ്ങളുടെ സൈറനാണ് രാഹുൽ മാങ്കൂട്ടം. ഈ വിവാദം ബാക്കിയാക്കുന്നത് ആ ബോധ്യമാണ്. പ്രിയമുള്ളവരെ, വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ സബ്സ്ക്രൈബർമാർ ഞങ്ങളുടെ പഴയ വീഡിയോകൾ കാണാൻ സമയം കണ്ടെത്തണം. അതുപോലെ സാമ്പത്തിക പിന്തുണ, നിങ്ങളുടെ പിന്തുണ ഇല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാകില്ല എന്നത് ആവർത്തിച്ച് പറയുകയാണ്. അതിജീവനം പ്രതിസന്ധിയിലാണ്. ഒരു വീഡിയോയ്ക്ക് കേവലം 10 രൂപയെങ്കിലും നൽകണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. സിമ്പിളാണ് നടപടിക്രമം. വീഡിയോ ഇവിടെ പോസ് ചെയ്യുക, ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക, ഇപ്പോൾ തന്നെ 10 രൂപയെങ്കിലും അയയ്ക്കുക. അല്ലെങ്കിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ അതുപോലുള്ള സംവിധാനങ്ങളോ ഉപയോഗിച്ച് BIJU.3388@federal എന്ന UPI വിലാസത്തിലേക്ക് 10 രൂപയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭാവന തുകയോ അയയ്ക്കുക. ന്യൂസ് ബുള്ളറ്റ് കേരള എന്ന സംവിധാനം നിലനിൽക്കാൻ സഹായിക്കുക. എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.